ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ഷാഹീസ് ക്ലാസ് റൂം. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെ വീഡിയോകൾ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 3, ദ ഫാറ്റ് ക്യാറ്റ്. ഡു യു ഹാവ് പെറ്റ്സ് at your home? Is it a dog or a cat? കൂട്ടുകാരെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഓമനിച്ചു വളർത്തുന്ന മൃഗങ്ങളുണ്ടോ? അങ്ങനത്തെ മൃഗങ്ങളെയാണ് നമ്മൾ പെറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെ പെറ്റ്സ് നിങ്ങളുടെ വീട്ടിലുണ്ടോ? അവരെ നിങ്ങൾ എന്താണ് വിളിക്കാറ്? നമുക്ക് ഈ കഥയിൽ അങ്ങനെ ഒരു പെറ്റ്സിൽ ഉള്ള ഒരു കുട്ടിയുടെ കഥയാണ് ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് കഥയിലേക്ക് പോയാലോ? ഇവിടെ ഒരു ചിത്രം നിങ്ങൾ കണ്ടോ? എന്താണ് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാവുന്നത്? ഒരു പൂച്ചയുണ്ടല്ലേ? അതുപോലെ ഒരു എലിയെയും നമുക്ക് കാണാം. ഒരു പെൺകുട്ടിയെയും നമുക്ക് കാണാം അല്ലേ? നമുക്ക് കഥ വായിച്ചു നോക്കാം. ദ ഫാറ്റ് ക്യാറ്റ്, തടിച്ച പൂച്ച. What do you see in the picture? എന്താണ് നിങ്ങൾ ആ പിക്ചറിൽ കണ്ടത്? Whose pets are they? ആരുടെ വളർത്തുമൃഗങ്ങളാണവ? How many pets does Amy have? ആ കുട്ടിയുടെ പേര് എമിയാണ് കേട്ടോ. എത്ര വളർത്തുമൃഗങ്ങൾ അവൾക്കുണ്ട്? Who are they? ആരാണവർ? Who is fat? Who is white? ആരാണ് അവരിൽ തടിച്ചത്? ആരാണ് അവരിൽ വെളുത്തത്? നമുക്ക് കഥ വായിച്ചു നോക്കാം. എമി ഹാസ് 2 പെറ്റ്സ്. ഈ കുട്ടിയെയാണ് എമി എന്ന് പറയുന്നത്. അവൾക്ക് 2 വളർത്തുമൃഗങ്ങൾ ഉണ്ടായിരുന്നു. എ റാറ്റ് ആൻഡ് എ ക്യാറ്റ്. ഒരു ചെറിയ എലിയും അതുപോലെ ഒരു പൂച്ചയും ആണ് അവൾക്ക് വളർത്തുമൃഗങ്ങളായി ഉള്ളത്. ദ ക്യാറ്റ് ഈസ് ബ്രൗൺ ആൻഡ് ഫാറ്റ്. പൂച്ച കാപ്പി നിറത്തിലും അതുപോലെ തടിച്ചതുമായിരുന്നു. ദ റാറ്റ് ഈസ് വൈറ്റ് ആൻഡ് തിൻ. എലിയോ വെളുത്തതും അതുപോലെ മെലിഞ്ഞതുമായിരുന്നു. ഇനി അടുത്ത പേജിൽ നോക്കിക്കേ. ഹൂ സിറ്റ്സ് ഓൺ ദി മാറ്റ്? ആരാണ് മാറ്റിലിരിക്കുന്നത്? ഹൂ ലൈസ് ഇൻ ദി വാറ്റ്? ആരാണ് വാറ്റിലിരിക്കുന്നത്? വാട്ട് ഡസ് എമി ഡു? എന്താണ് എമി ചെയ്യുന്നത്? വേർ ഡസ് ഷീ ഗോ? എവിടേക്കാണ് അവൾ പോവാൻ നിൽക്കുന്നത്? വാട്ട് വിൽ ദ ക്യാറ്റ് ഡു നൗ? ഇനി എന്താണ് പൂച്ച ചെയ്യുക? നമുക്ക് വായിച്ചു നോക്കാം. ദ റാറ്റ് സിറ്റ്സ് ഓൺ ദി മാറ്റ്. എലി പായയിൽ ഇരിക്കുകയാണ്. ദ ക്യാറ്റ് ലൈസ് ഇൻ ദ വാറ്റ്. ക്യാറ്റ്, പൂച്ച എവിടെയാണ് കിടക്കുന്നത്? വാറ്റിലാണ് പൂച്ച കിടക്കുന്നത്. എന്താണ് വാറ്റ് എന്ന് പറഞ്ഞാൽ? വാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുഴിയുള്ള വലിയൊരു പാത്രത്തെയാണ് നമ്മൾ വാറ്റ് എന്ന് പറയുന്നത്. എമി ഗോസ് ടു ദി മാർക്കറ്റ്. എമി മാർക്കറ്റിലേക്ക് പോവുകയാണ്. എമി അവളുടെ പെറ്റ്സിനെ വീട്ടിലാക്കിയിട്ട് അവൾ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഇനി അടുത്തത് നോക്കൂ. എന്താണ് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്നത്? ഒരു പൂച്ച എലിയുടെ അടുത്തേക്ക് ചാടുന്നത് നമുക്ക് കാണാം അല്ലേ? ഹൂ ജമ്പ് ഓൺ ടു ദി മാറ്റ്? ആരാണ് പാഴയിലേക്ക്, എലിയുടെ പാഴയിലേക്ക് ആരാണ് ചാടുന്നത്? വാട്ട് ഡസ് ദ റാറ്റ് ഡു? എന്താണ് അവിടെ എലി ചെയ്യുന്നത്? വാട്ട് ഡസ് ദ റാറ്റ് സേ? ഇനി എന്തായിരിക്കും എലി പറയുന്നത്? വിൽ ദ ക്യാറ്റ് ക്യാച്ച് ദ റാറ്റ്? ക്യാറ്റ്, പൂച്ച എലിയെ പിടിക്കുമോ? നോക്കാം നമുക്ക്. ദ ഫാറ്റ് ക്യാറ്റ് ജമ്പ് ഓൺ ടു ദി മാറ്റ്. തടിച്ച പൂച്ച എലിയുടെ പാഴയിലേക്ക് ചാടി. ദ റാറ്റ് മൂവ്സ് ബാക്ക്. പെട്ടെന്ന് തന്നെ
എലി അവിടെ നിന്നും മാറി. ഗോ എവേ കാറ്റി സേസ് ദി റാറ്റ്. അങ്ങനെ എലി പറയുകയാണ്, പോ അവിടുന്ന് പൂച്ചേ, പോ പൂച്ചേ എന്ന് നമ്മൾ പറയില്ല, അതുപോലെ എലി പൂച്ചയോട് പറയാണ്, പോ അവിടുന്ന്. ഇനി അടുത്തത് നോക്കാം നമുക്ക്, എന്തായിരിക്കും അവർ അടുത്തത് ചെയ്യുന്നതെന്ന്. ചിത്രത്തിലേക്ക് നോക്കിക്കേ. പൂച്ച പായയിൽ കിടക്കുന്നുണ്ടല്ലേ, അതുപോലെ എലി എന്തോ ഒന്ന് പറയുന്നതും കാണുന്നുണ്ടല്ലേ. വേർ ഈസ് ദ ക്യാറ്റ് നൗ? എവിടെയാണ് പൂച്ച ഇപ്പോൾ? ഹൂസ് മാറ്റ് ഈസ് ഇറ്റ്? ആരുടെ പായയിലാണ് പൂച്ച കിടക്കുന്നത്? വാട്ട് ഡസ് ദ റാറ്റ് സേ? എന്താണ് എലി പൂച്ചയോട് വന്ന് പറയുന്നത്? വാട്ട് ഡസ് ദ ക്യാറ്റ് സേ? എന്താണ് പൂച്ച എലിയോട് പറയുന്നത്? ഈസ് ദ ക്യാറ്റ് റെഡി ടു ഗിവ് ദ മാറ്റ് ടു ദി റാറ്റ്? പൂച്ച എലിയുടെ പായ തിരിച്ചു കൊടുക്കുമോ? വാട്ട് ഡസ് ദി റാറ്റ് സേ? എന്തായിരിക്കും എലി പറയുന്നത്? വാട്ട് വിൽ ഹാപ്പൻ വെൻ ദി ബാറ്റ് കം? ബാറ്റ് വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വായിച്ചു നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് മൈ മാറ്റ് ദാറ്റ് ദ റാറ്റ് സേസ്. അത് എൻ്റെ പാഴയാണ്, എലി പറഞ്ഞു. സോ വാട്ട്? ആസ്ക് ദി ക്യാറ്റ്. അതിനെന്താ? പൂച്ച ചോദിച്ചു. ഗെറ്റ് ഓഫ് സേസ് ദി റാറ്റ്. എലി പറഞ്ഞു അതിൽ നിന്നും എണീറ്റു പോവാൻ. നോ ഐ വോണ്ട് സേസ് ദി ഫാറ്റ് ക്യാറ്റ്. അങ്ങനെ പൂച്ച പറയുകയാണ്, ഇല്ല, ഞാൻ ഇതിൽ നിന്നും എണീക്കുന്ന പ്രശ്നമില്ല. ഐ വിൽ ഗെറ്റ് മൈ ബാറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ബാറ്റിനെ കൊണ്ടുവരാം. ദ റാറ്റ് സേസ്. എലി പറഞ്ഞു. വിൽ ഹി ബ്രിങ് ദ ബാറ്റ്? വാട്ട് ഹാപ്പൻ വെൻ ദി ബാറ്റ് കംസ്? ഇനി എന്ത് സംഭവിക്കും ബാറ്റ് വരുമ്പോൾ? നോക്കാം നമുക്ക്. ചിത്രം നോക്കിയേ. എലി ബാറ്റിനെയും കൊണ്ടുവരുന്നത് നമുക്ക് കാണാം അല്ലേ. ഇത് നോക്കി പൂച്ച പായയിൽ തന്നെ കിടക്കുകയാണ്. എന്തായിരിക്കും അവരോട് രണ്ടുപേരോടും പൂച്ച പറയുന്നത്? ഹൂസ് ബാറ്റ് ഇറ്റ് ഈസ്? ആരുടെ ബാറ്റാണിത്? വാട്ട് ഡസ് ദി ബാറ്റ് സേ ടു ദി ക്യാറ്റ്? എന്താണ് ബാറ്റ് ക്യാറ്റിനോട് പറയുന്നത്? ഡസ് ദ ക്യാറ്റ് ലീവ് ദി മാറ്റ്? പൂച്ച പായയിൽ നിന്നും എണീക്കുമോ? ഹൂ വിൽ കം നെക്സ്റ്റ്? ആരായിരിക്കും അടുത്തത് വരുന്നത്? ദിസ് ഈസ് ദ റാറ്റ്സ് മാറ്റ് സേസ് ദി ബാറ്റ്. ബാറ്റ് പറഞ്ഞു, ഇത് എലിയുടെ മാറ്റാണ്, പാഴയാണ്. സോ വാട്ട്? ആസ്ക് ദി ഫാറ്റ് ക്യാറ്റ്. തടിച്ച പൂച്ച ചോദിച്ചു, അതിനെന്താണ്? ഗെറ്റ് ഓഫ് സേസ് ദ ബാറ്റ്. ബാറ്റ് പറഞ്ഞു അതിൽ നിന്നും എണീക്കാൻ. നോ ഐ വോണ്ട് സേസ് ദി ഫാറ്റ് ക്യാറ്റ്. ഇല്ല, ഞാൻ അതിൽ നിന്നും എണീക്കില്ല എന്ന് തടിച്ച പൂച്ച പറഞ്ഞു. ദെൻ ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് മൈ ഹാറ്റ്. അങ്ങനെയാണെങ്കിൽ ബാറ്റ് ഹാറ്റിനെയും കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ദ റാറ്റ് ആൻഡ് ദ ബാറ്റ് ഗോ ഔട്ട് ടു ഗെറ്റ് ദി ഹാറ്റ്. അങ്ങനെ റാറ്റും ബാറ്റും രണ്ടുപേരും അവർ അവരുടെ ഹാറ്റ് കൊണ്ടുവരാനായിട്ട് അവിടെ നിന്നും പോയി. ഇനി എന്തായിരിക്കും ഹാറ്റ് പൂച്ചയോട് പറയാൻ പോകുന്നത്? അടുത്ത പിക്ചർ നോക്കിക്കേ. ആരാണ് അവിടെ റാറ്റിൻ്റെ കൂടെ വന്നത്? വാട്ട് ഡസ് ദ ഹാറ്റ് സേ? എന്താണ് തൊപ്പി അവരോട് പറഞ്ഞത്? ഈസ് ദ ക്യാറ്റ് റെഡി ടു മൂവ് നൗ? ഇപ്പോൾ പൂച്ച അവിടെ നിന്നും എണീക്കാൻ തയ്യാറാണോ? ഡസ് ദ ക്യാറ്റ് സേ? വാട്ട് ഡസ് ദ ക്യാറ്റ് സേ? എന്തായിരിക്കും പൂച്ച അവരോടും പറഞ്ഞത്? വാട്ട് വിൽ ദ റാറ്റ്, ദ ബാറ്റ് ആൻഡ് ദ ഹാറ്റ് ഡു നൗ? ഇവർ മൂന്ന് പേരും ഇനി എന്തായിരിക്കും ചെയ്യുക? കഥ വായിച്ചു നോക്കാം. ദിസ് ഈസ് ദ റാറ്റ്സ് മാറ്റ് സേസ് ദി ഹാറ്റ്. ഹാറ്റ് പറഞ്ഞു ഇത് എലിയുടെ മാറ്റാണെന്ന്. സോ വാട്ട്? ദ ഫാറ്റ് ക്യാറ്റ് ആസ്ക്. അതിനെന്താ? തടിച്ച പൂച്ച അവരോട് ചോദിച്ചു. ഗെറ്റ് ഓഫ് സേസ് ദി ഹാറ്റ്. എണീറ്റ് പോവാൻ
പറഞ്ഞു. ഹാറ്റ് അവിടെ നിന്നും എണീക്കാൻ പറഞ്ഞു. നോ റാറ്റ്, ബാറ്റ് ഓർ ഹാറ്റ് ക്യാൻ മൂവ് മീ ഓഫ് ദി മാറ്റ്. നോ റാറ്റ്, ഇല്ല ഇല്ല എലിയെ, ബാറ്റ് അല്ലെങ്കിൽ ഹാറ്റ്, ഞാൻ ഇവിടെ നിന്നും എന്നെ മാറ്റാൻ, പായയിൽ നിന്നും മാറ്റാൻ സാധിക്കില്ല എന്ന് പൂച്ച അവരോട് പറഞ്ഞു. ഐ വിൽ ലൈ ഓൺ ദി മാറ്റ്, ഞാൻ ഇവിടെ തന്നെ കിടക്കും എന്ന് പൂച്ച വാശിയോടെ പറഞ്ഞു. ലെറ്റ് സീ സെയ്സ് ദി ഹാറ്റ്, എന്നാൽ നമുക്ക് കാണാം എന്ന് ഹാറ്റും പറഞ്ഞു. ദ ബാറ്റ് ആൻഡ് ദ റാറ്റ്, ഇവർ 3 പേരും പറഞ്ഞു ലെറ്റ് സീ എന്നാൽ നമുക്ക് കാണാം എന്ന്. ഇനി അടുത്ത പിക്ചറിലേക്ക് നോക്കിയേ. അവർ 3 പേരും ഒരു ഡിഷ്, ഒരു പാത്രം കൊണ്ടുവരുന്നത് കാണാം അല്ലേ. ദ റാറ്റ്, ദ ബാറ്റ് ആൻഡ് ദ ഹാറ്റ് ആർ ബാക്ക്, അവർ തിരിച്ചു വരികയാണ്. വാട്ട് ഡു ദേ ഹാവ് വിത്ത് ദം, എന്താണ് അവരുടെ കയ്യിൽ. വേർ ഈസ് ദ ക്യാറ്റ്, എവിടെയാണ് പൂച്ച ഇപ്പോൾ. വാട്ട് ഡസ് ഇറ്റ് തിങ്ക് നൗ, എന്തായിരിക്കും അത് ആലോചിക്കുന്നത്. പൂച്ച എന്തായിരിക്കും ആലോചിക്കുന്നത്. ക്യാൻ യു ടെൽ വാട്ട് ഈസ് ഇൻ ദ ഡിഷ്, എന്താണ് ആ പാത്രത്തിൽ ഉള്ളതെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ. കഥ നമുക്ക് വായിച്ചു നോക്കാം. ദ റാറ്റ്, ദ ബാറ്റ് ആൻഡ് ദ ഹാറ്റ് കം ബാക്ക്. റാറ്റും ബാറ്റും ഹാറ്റും 3 പേരും അവർ തിരിച്ചു വന്നു. ദേ കെയിം ബാക്ക് വിത്ത് എ ഡിഷ്, 3 പേരും ഒരു ഡിഷ്, ഒരു പാത്രവുമായിട്ടാണ് വന്നത്. വാട്ട് ഈസ് ഇൻ ദ ഡിഷ്, ദ ക്യാറ്റ് വണ്ടേഴ്സ്, എന്തായിരിക്കും ആ പാത്രത്തിൽ. പൂച്ച അതിശയത്തോടെ ആലോചിച്ചു. അടുത്ത പിക്ചർ നോക്കിയേ. അവർ 3 പേരും ആ ഡിഷ് അവിടെ വെച്ചു അല്ലേ. എന്നിട്ട് അവിടെ നിന്നും അവർ നോക്കി നിൽക്കുകയാണ്. എന്തായിരിക്കും എന്താണ് ഇനി പൂച്ച ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കി നിൽക്കുകയാണല്ലേ അവർ 3 പേരും. കഥ വായിച്ചു നോക്കാം. ദ സ്മെൽ ഓഫ് ഫിഷ്, വാട്ട് ഷാൾ ഐ ഡു. നല്ല മീനിൻ്റെ വാസന വരുന്നു, ഇനി എന്ത് ഞാൻ ചെയ്യുക. ഷാൾ ഐ ഗോ ആൻഡ് ടേക്ക് ദ ഫിഷ്, ഞാൻ അത് പോയി ആ പാത്രം തുറന്ന് അതിൽ നിന്ന് മീൻ എടുക്കണോ. ഷാൾ ഐ സ്റ്റേ ഹിയർ, അതോ ഞാൻ ഇവിടെ ഇരുന്നാൽ മതിയോ. ഐ മസ്റ്റ് ഗെറ്റ് ദി ഫിഷ്, തിങ്ക് ദി ക്യാറ്റ്. പൂച്ച വിചാരിച്ചു, എന്നാൽ ആ മീൻ പോയി ആ പാത്രത്തിൽ നിന്നും എടുക്കാമെന്ന് പൂച്ച കരുതി. എന്നിട്ടോ, വിൽ ദ ക്യാറ്റ് ഗെറ്റ് ദി ഫിഷ്, പൂച്ചക്ക് ആ മീൻ കിട്ടുമോ. എമി കംസ് ഇൻ ടു ദി റൂം, പെട്ടെന്ന് തന്നെ എമി റൂമിലേക്ക് കയറി വന്നു. ഷീ ഓപ്പൺസ് ദി ഡിഷ്, അവൾ പാത്രം തുറന്നു നോക്കി. എ ഫാറ്റ് ഫിഷ്, സെയ്സ് ദി ഫാറ്റ് ക്യാറ്റ്, ഒരു തടിച്ച മീന്. ആര് പറഞ്ഞു. തടിച്ച പൂച്ച പറഞ്ഞു. ദ ഫാറ്റ് ക്യാറ്റ് ജംപ്സ് ഔട്ട് ഓഫ് ദി മാറ്റ്, പെട്ടെന്ന് തന്നെ തടിച്ച പൂച്ച മാറ്റിൽ നിന്നും ചാടി എണീറ്റു. മൈ മാറ്റ്, ഐ വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക്, സെയ്സ് ദി റാറ്റ്, എൻ്റെ പായ അതെനിക്ക് തിരിച്ചു കിട്ടാൻ പോവുകയാണെന്ന് എലി പറഞ്ഞു. ദ റാറ്റ് ജംപ്സ് ഓൺ ടു ദി മാറ്റ്, എലി പെട്ടെന്ന് പായയിലേക്ക് ചാടി. എമി ടേക്സ് ദ ഫിഷ് ഔട്ട് ഓഫ് ദ ഡിഷ്, എമി എന്ത് ചെയ്തു. അവൾ പാത്രത്തിൽ നിന്നും മീന് എടുത്തു. വാട്ട് ഈസ് ഇൻ ദി ഡിഷ്, എന്തായിരുന്നു ആ ഡിഷിൽ. ഫിഷായിരുന്നു അല്ലേ. ഹു ജംപ്സ് ഔട്ട് ഓഫ് ദി മാറ്റ്, ആരാണ് അവിടെ നിന്നും ചാടിയത്. മാറ്റിൽ നിന്നും ആരാണ് ചാടിയത്. ദ ഫാറ്റ് ക്യാറ്റ്. ഹു ജംപ്സ് ഓൺ ടു ദി മാറ്റ്, ആരാണ് മാറ്റിലേക്ക് വീണ്ടും ചാടിയത്. റാറ്റാണ് അല്ലേ. വാട്ട് ഡസ് എമി ഡു, എമി എന്താണ് അവിടെ ചെയ്തത്. എമി ടേക്സ് ദ ഫിഷ് ഔട്ട് ഓഫ് ദി ഡിഷ്, അവൾ പാത്രത്തിൽ നിന്നും മീന് എടുക്കുകയാണ് ചെയ്തത്. ഡസ് ദി ക്യാറ്റ് ഗെറ്റ് ദി ഫിഷ്, പൂച്ചക്ക് മീന് കിട്ടിയോ. വാട്ട് വിൽ ദി ക്യാറ്റ് ഡു നൗ, ഇനി എന്തായിരിക്കും അടുത്തത് പൂച്ച ചെയ്യാൻ പോകുന്നത്. അടുത്ത പിക്ചർ നോക്കിക്കേ. നമ്മുടെ എലി പൂച്ചക്ക് മീൻ കൊണ്ടുവെക്കുന്നത് കാണാം അല്ലേ. അതുപോലെ എമിയെയും
ഹാറ്റും ബാറ്റും എല്ലാം അവിടെ ഉണ്ട് അല്ലേ? ദ ഫാറ്റ് ക്യാറ്റ് ഈസ് സാഡ്. തടിച്ച പൂച്ച സങ്കടത്തിലാണ്. ഫ്രണ്ട്, ലുക്ക്, ദിസ് ഈസ് ഫോർ യു. സുഹൃത്തെ, ഇത് നിനക്കുള്ളതാണ്. എ ഫാറ്റ് ഫിഷ്. ഒരു തടിച്ച മീൻ. ഈറ്റ് ദിസ് ഫാറ്റ് ഫിഷ്. നീ ഇത് കഴിച്ചോളൂ. സെയ്സ് ദി വൈറ്റ് റാറ്റ്. വെളുത്ത എലി പറയാണ്, നീ ഈ തടിച്ച മീൻ കഴിച്ചോളൂ, ഇത് നിനക്കുള്ളതാണ്. ദ ഫാറ്റ് ക്യാറ്റ് ടേൺസ് ഹിസ് ഫേസ് എവേ. തടിച്ച പൂച്ച എന്താ ചെയ്തത്? അവൻ്റെ മുഖം പതുക്കെ ഒന്ന് തിരിച്ചു. വാട്ട് ഡസ് ദ വൈറ്റ് റാറ്റ് ഡു നൗ? എന്താണ് വെളുത്ത എലി കാണിച്ചത്? വാട്ട് ഡസ് ദ റാറ്റ് സേ? എന്താണ് എലി പറഞ്ഞത്? വാട്ട് ഡസ് ദ ക്യാറ്റ് ഡു? എന്താണ് ക്യാറ്റ് ചെയ്തത്? ക്യാറ്റ് തല തിരിച്ചു അല്ലേ? വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? എന്താണ് ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്നത്? ഡോണ്ട് വെറി. നീ വിഷമിക്കണ്ട. യു ക്യാൻ സിറ്റ് ഓൺ ദ മാറ്റ് ടുമോറോ. നിനക്ക് ആ പായയിൽ നാളെ ഇരിക്കാം. ദെൻ ദ റാറ്റ് ക്യാൻ സിറ്റ് ഇൻ യുവർ വാറ്റ്, സെയ്സ് എമി. അപ്പോൾ എലിക്ക് നിന്റെ വാറ്റിലും ഇരിക്കാം, എമി പറഞ്ഞു. അവളുടെ പൂച്ചനോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിനക്ക് നാളെ പായയിലിരിക്കാമെന്ന്. ആ സമയം എലിക്ക് അവൻ്റെ വാറ്റിലും ആ വലിയ പാത്രത്തിലും ഇരിക്കാമെന്ന് പറഞ്ഞു. ദ ക്യാറ്റ് അഗ്രീഡ് ടു ഇറ്റ്. പൂച്ച അത് സമ്മതിച്ചു. ഹി ഈറ്റ്സ് ദ ഫാറ്റ് ഫിഷ്. അവൻ തടിച്ച മീൻ അത് കഴിച്ചു. ദ ക്യാറ്റ് ഈസ് ഹാപ്പി. പൂച്ച സന്തോഷത്തിലായി. ദ വൈറ്റ് റാറ്റ് ഗെറ്റ് ഹിസ് മാറ്റ് ബാക്ക്. വെളുത്ത എലിക്ക് അവൻ്റെ മാറ്റ് പാഴ തിരിച്ചു കിട്ടി. ദ ബാറ്റ്, ദ ഹാറ്റ് ഓൾസോ സിറ്റ് ഓൺ ദി മാറ്റ്. ബാറ്റും ഹാറ്റും ഈ റാറ്റിൻ്റെ കൂടെ പായയിൽ ഇരുന്നു. ദേ ആർ ഹാപ്പി നൗ. അവർ ഇപ്പോൾ സന്തോഷത്തിലാണ്. വാട്ട് ഡസ് എമി സേ ടു ദി ക്യാറ്റ്? എന്താണ് എമി പൂച്ചയോട് പറഞ്ഞത്? നീ വിഷമിക്കണ്ട, നിനക്ക് നാളെ അതിലിരിക്കാം എന്നല്ലേ അവൾ പൂച്ചയോട് പറഞ്ഞത്? ഡസ് ദി ക്യാറ്റ് എഗ്രി ടു ഇറ്റ്? അത് പൂച്ച സമ്മതിച്ചോ? അതെ, പൂച്ച അത് സമ്മതിച്ചു. വേർ ഈസ് ദ വൈറ്റ് റാറ്റ്? എവിടെയാണ് ഇപ്പോൾ വൈറ്റ് റാറ്റ്? വൈറ്റ് റാറ്റ് അവൻ്റെ മാറ്റിലാണ് അല്ലേ? ഹൂ എൽസ് ഇൻ ദർ ഓൺ ദി മാറ്റ്? ആരെല്ലാം ആ മാറ്റിൽ റാറ്റ് അല്ലാതെയുണ്ട്? ദ ഹാറ്റ് ആൻഡ് ദ ബാറ്റ്. ഹാറ്റും ബാറ്റും അവിടെയുണ്ട്. വാട്ട് ഡസ് എമി ഡു? എന്താണ് എമി ചെയ്തത്? അവള് പതിയെ, എമി പാറ്റ്സ് ദ ഫാറ്റ് ക്യാറ്റ്. എമി അവളുടെ പൂച്ചയെ തലോടുകയാണ് ചെയ്തത്. പാറ്റ്സ് എന്ന് പറഞ്ഞാൽ തലോടുക. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത യൂണിറ്റുമായി ഞാൻ വേറെ വീഡിയോയിൽ വരുന്നതാണ്. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്